ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയ ഒരു റെസിപ്പി ആയിട്ടാണ്. അതിൻ്റെ പേരാണ് കൊറിയൻ ചില്ലി ഗാർലിക് പൊട്ടാറ്റോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് അതായത് കൊറിയൻ ഡിഷോ അല്ലെങ്കിൽ ചൈനീസ് ഡിഷൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്, പൊട്ടാറ്റോ. അപ്പോൾ അത് ഞാൻ തൊലി കളഞ്ഞിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളയാതെ പുഴുങ്ങിയെടുക്കാം. തൊലി കളയാതെ പുഴുങ്ങിയെടുത്താൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കുറയും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിവിടെ ഇതിപ്പോൾ ഇത്രയും വലിയ പൊട്ടാറ്റോ ആണ്. ഇത്രയും വലിയ പൊട്ടാറ്റോ തൊലി കളയാതെ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ശരിക്കും വെന്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ചെറിയ പൊട്ടാറ്റോസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊലി കളയാതെ പുഴുങ്ങിയെടുക്കാം. അതെന്തായാലും നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചൂടുള്ള വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അത് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് ഉപ്പിട്ടിട്ട് അതിന് ആവശ്യത്തിലുള്ള കുറച്ച് ഉപ്പിട്ടിട്ട് അപ്പോൾ അത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല വെന്ത് വരണം. ഉള്ളൊക്കെ നല്ല പൊടി പോലെ വരണം. ഈ ചില ഉരുളക്കിഴങ്ങ് ഉണ്ടാവും തീരെ വെന്തിട്ട്, അതായത് ഇങ്ങനെ കട്ട ഇങ്ങനെ ഹാർഡായിട്ട് നിൽക്കും എത്ര വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും. ആ രീതിയിലുള്ള സംഭവം എടുക്കരുത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വേവുന്ന നല്ല ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കണം. നമുക്കിതൊരു മാവാക്കി എടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഏകദേശം അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ നോക്കുമ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് മാവാക്കണമെങ്കിൽ നല്ല വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് എന്നിട്ട് ഞാൻ വെന്ത് ഉരുളക്കിഴങ്ങ് ഞാൻ സ്ട്രെയിനറിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഈ തൊലി കളയാതെ വെക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറയും. ഓക്കെ, അങ്ങനെയാണ്. തൊലി കളയാതെ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറയും. അപ്പോൾ ഞാനിത് നല്ല വെള്ളം വാർക്കാൻ വെക്കണം കേട്ടോ. അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അധികം പാടില്ല. നല്ല വാർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. വേവാത്തൊരു ഭാഗം പോലും കട്ടായിട്ട് നിൽക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പിന്നെ കുറച്ച് കോൺഫ്ലവർ, അതായത് ഇത് ശരിക്കും ഒരു ചപ്പാത്തി മാവ് പോലെ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് കുഴക്കുന്തോറും മനസ്സിലാകും. ഇതിൽ കോൺഫ്ലവർ ഇട്ട് കുഴക്കുന്തോറും ഇങ്ങനെ ആദ്യം ടൈറ്റാവും, പിന്നെ ഇങ്ങനെ ലൂസാവും, പിന്നെയും ടൈറ്റാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നല്ലൊരു ദോ പോലെ ഞാനത് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാക്കിയെടുക്കുക. എന്നിട്ട് എന്ത് വേണം, ഇതൊന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് ഈ സംഭവം കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര കൗതുകമായിട്ട് തോന്നും. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് എനിക്ക് ചപ്പാത്തിയുടെ ബോൾ പോലെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ബോളുകളാക്കി നമ്മൾക്ക് എടുക്കണം. അപ്പോൾ ഇത് വെള്ളം കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യുന്ന പ്രോസസ്സൊന്നും ശരിയാവില്ല. അതായത് ഈ മാവിൽ വെള്ളം കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഈ കോൺഫ്ലവർ ഇട്ടിട്ട് അത് ഇതാക്കിയെടുക്കുക. അപ്പം ഉരുളകളെല്ലാം ആക്കിയെടുത്തിട്ട് ഒന്ന് ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ ഉണ്ടാവില്ലേ, വെള്ളത്തിൻ്റെ ബോട്ടിൽ, അതായത് സാധാരണ നമ്മൾ പുറത്തുനിന്ന് വെള്ളത്തിൻ്റെ ബോട്ടിൽ ബിസ്ലറി ബോട്ടിൽ വാങ്ങില്ലേ, അല്ലെങ്കിൽ എണ്ണയുടെ ബോട്ടിലോ, അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുക. അപ്പോൾ എന്താകും, അത് ശരിക്കും ഒരു കൂണിൻ്റെ ഷേപ്പിലായി കിട്ടും. നമ്മുടെ മഷ്റൂം ഇല്ലേ, ഏകദേശം അതുപോലെ തോന്നും നമുക്ക് മഷ്റൂം. ഓക്കെ, ആക്ച്വലി ഇത് മഷ്റൂം അല്ല. അത് പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മഷ്റൂം ആണോ എന്ന്. ആക്ച്വലി മഷ്റൂം അല്ല. അങ്ങനെ നമ്മൾ ചെയ്ത് എല്ലാ ഇതും, അതായത് കോൺഫ്ലവറും ഉരുളക്കിഴങ്ങും വെച്ച് ആക്കിയെടുത്ത ആ എല്ലാ ഉരുളകളും ഇതുപോലെ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഒന്ന് ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബോട്ടിലിൻ്റെ ഉൾവശത്ത് ഒന്ന് എണ്ണ തേച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൊട്ടാതെ കിട്ടും. അപ്പം ഞാൻ അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊരു കൗതുകമാണ്. പിന്നെ ഈ ചൈനീസ് ഡിഷൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുറച്ച് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കുറച്ച് മുന്തി നിൽക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ സാധനം എന്ത് ചെയ്യണം, തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. ഇത് വെള്ളത്തിലിട്ട് ഉടനെ തന്നെ ഇത് ആദ്യം താഴ്ന്നു പോകും. പിന്നെ ഇത് വെന്തു എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴ്ന്ന് കിടക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇളക്കിക്കൊണ്ടിരിക്കരുത്. താഴ്ന്ന് കിടക്കുന്ന സാധനം വെള്ളത്തിന് മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അതിനർത്ഥം അത് വെന്തു എന്നുള്ളതാണ്. അത് അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് കോരിയെടുക്കുക. കോരിയെടുത്ത ഉടനെ തന്നെ ഈ സാധനം പതിയെ കോരിയെടുക്കുക. പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ വേവിച്ച് കഴിഞ്ഞാലും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് കോരിയെടുത്ത ഉടനെ തന്നെ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐസ് വാട്ടറിലോട്ടാണ് ഇടേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സോഫ്റ്റ് ആയില്ലേ, അപ്പോൾ അത് ബലം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഐസ് വാട്ടറിലോട്ട്, നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇടണം. ഫ്രിഡ്ജിലുള്ള ഐസ് വാട്ടറിലോട്ട് തന്നെ ഇടണം. നോർമൽ വാട്ടറിലോട്ട് ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല വേവുന്നതിന് പാകത്തിന് വെന്തായി കഴിഞ്ഞ് എടുക്കുക, വേഗം ഐസ് വാട്ടറിലോട്ട് ഇടുക. അല്ലെങ്കിൽ പൊട്ടിപ്പോകും. എൻ്റെ ചിലത് പൊട്ടിയിട്ടുണ്ട്, ചിലതൊക്കെ ഒന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എടുത്തിട്ട് ഐസ് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബലം വരുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം അങ്ങനെ എല്ലാം
ഞാൻ തന്നെ വളരെ പതിയെ ശ്രദ്ധിച്ചിട്ടാണ് കോരി എടുക്കുന്നത്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി 2 അല്ലി മതി നിങ്ങൾക്ക്. അതിങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ആവശ്യമുണ്ട്. ഇനി നമ്മൾ കാര്യമായിട്ടൊന്നും കുക്കിംഗ് പരിപാടി ഇതിൽ വരുന്നില്ല. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ആക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ വേണം. സ്പ്രിംഗ് ഓണിയൻ മസ്റ്റാണല്ലോ, നമ്മൾ അറിയാമല്ലോ ചൈനീസ്, കൊറിയൻ, ജാപ്പനീസ് ഡിഷിലൊക്കെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ നന്നായിട്ട് യൂസ് ചെയ്യും. സ്പ്രിംഗ് ഓണിയൻ യൂസ് ചെയ്യുക. അപ്പോൾ അത് എന്നിട്ട് വേറൊരു ഒരു ബൗൾ എടുക്കുക, കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഞാൻ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ്, മുളക് പൊടിച്ചത് ഒന്ന് ചതച്ചത് എന്ന് പറയില്ല, അതിട്ട് കൊടുക്കാം. പിന്നെ എന്താ പറയുക, നമ്മുടെ ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഡാർക്ക് സോയ് സോസാണ് ഞാൻ ഒഴിക്കുന്നത്, ഡാർക്ക് കളർ സോയ് സോസ്. നിങ്ങൾക്ക് എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് മുളക് പൊടി ഇടുക കേട്ടോ. മറ്റേ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മളൊരു പാനിൽ ഇച്ചിരി ഓയിൽ ചൂടാക്കുക, ജസ്റ്റ് നല്ല ചൂടാക്കി എടുക്കുക ഓയിൽ. ഓക്കെ, ആ ഓയിൽ, ചൂടാക്കിയ ഓയിൽ വേണം നമ്മൾ ഇതിലോട്ട് ഒഴിക്കണം. അതിന് മുന്നേ ഇതിലേക്ക് ഈ ഇതിലാവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇതിലിട്ട് കൊടുക്കണം. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചൂടായ ഓയിൽ ഇതിലോട്ട് പെട്ടെന്ന് ചൂടാറുന്നതിന് മുന്നേ, ചൂടാക്കി ഉടനെ തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ചീന്നുള്ള സൗണ്ട് വരും നമുക്ക്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതെന്താവും, അതിലത്തെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നിങ്ങനെ ഒരു തരം ബ്രൗൺ കളറായി മാറും. നല്ലൊരു ബ്രൗൺ, വെളുത്തുള്ളിയൊക്കെ നല്ല ചൂടുള്ള എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി മാറി. പിന്നെ ഉള്ളിത്തണ്ടൊക്കെ ഒന്ന് വാടി ആ ചൂട് കൊണ്ട് ഇങ്ങനെ ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയുടെ കുത്ത് അധികം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ അളവ് കുറയ്ക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ വെളുത്തുള്ളിന് മുന്തി നിൽക്കും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഈ സാധനം, പൊട്ടാറ്റോവും കോൺഫ്ലവറും കൂടി ഇട്ട് കുഴച്ച സംഭവം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. ഇങ്ങനെയാണ് ഈ ഡിഷ്. ഇത് ഏകദേശം നമ്മുടെ ഡിഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ചൂടുവെള്ളത്തിൽ ഇട്ടാൽ കാരണം പിന്നീട് ഈ സാധനം പദം വരും. അപ്പോൾ എത്ര നമ്മൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങൾ വരില്ല. എന്നാലും നോക്കി ചെയ്യുക. ഈ പിന്നെ ചട്ടകം കൊണ്ടൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെ വല്ല സാധനം എടുത്തിട്ട് ചെയ്യുന്നതാവും നല്ലത്. അപ്പോൾ നമ്മുടെ ഡിഷൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് അതായത് ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വെളുത്തുള്ളിയുടെ ഇഷ്ടമില്ലാത്തവർ വെളുത്തുള്ളിയുടെ കണ്ടൻറ്റ് ഇച്ചിരി കുറച്ച് വെളുത്തുള്ളിയുടെ, എന്നിട്ട് നിങ്ങൾ ഈ മറ്റേ ഉള്ളിത്തണ്ടും ഇതൊക്കെ കൂട്ടിയിട്ട് സോസൊക്കെ ഒഴിച്ച് നല്ല അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം. ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് സെർവിങ് ബോളിലോട്ട് മാറ്റുകയാണ്. എന്തായാലും ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാം. ഈ സാധനം ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ല മാച്ചാവും, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങളെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഒരു ഫ്രൈഡ് റൈസും ഇതും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ പെട്ടെന്ന് വയറ് നിറയട്ടെ, പൊട്ടാറ്റോയും കോൺഫ്ലവറും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.